വീണ്ടും സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ സംഭവിച്ചിരിക്കുന്നു. KSRTCയുടെ MD സ്ഥാനത്ത് നിന്ന് സർക്കാർ ടോമിൻ ജെ തച്ചങ്കരിയെ നീക്കിയിരിക്കുന്നു. യൂണിയനുകളുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലൂടെയാണ് MD ആയി തച്ചങ്കരി പോയിരുന്നത്. തച്ചങ്കരിയുടെ വരവിന് ശേഷമാണ് ഒരുപക്ഷെ കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയ്ക്ക് KSRTC സ്വന്തം വരുമാനത്തിൽ നിന്ന് ഇത്തവണ ശമ്പളം കൊടുത്തത്. യൂണിയനുകളുടെ വലിയ പ്രതിഷേധം സംയുക്തമായി തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ഇന്നലെല്ലാം ക്യാബിനറ്റ് യോഗം അദ്ദേഹത്തെ നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൊച്ചി കമ്മീഷണറായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ അതിൻ്റെ പുതിയ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് മനസ്സിലാക്കുന്നു. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, ഇത്രയധികം വളരെ പോസിറ്റീവായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് MD മാറ്റുന്നത്, എന്തുകൊണ്ടാണത്? നിഷാദ് നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. കാരണം തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന് മേൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അത് ഭരണകക്ഷിയിൽ മാത്രമല്ല, പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല, ഭരണകക്ഷിയിലുള്ള ആൾക്കാർ കൂടി ഇക്കാര്യത്തിലൊരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. INTUCയും അതുപോലെ തന്നെ CITയും എല്ലാം ഇദ്ദേഹം ചാർജ് എടുത്ത ഘട്ടം മുതൽ തന്നെ ഇദ്ദേഹത്തിന് എതിരെ നിന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് തച്ചങ്കരി സ്വീകരിക്കുന്നത് എന്നായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സമരം അവർ പ്രഖ്യാപിക്കുകയും ഈ തച്ചങ്കരിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുകയും സമരത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഹൈക്കോടതി സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചത് ഈ തച്ചങ്കരിയോടുള്ള ഈ പ്രശ്നം കാരണം തന്നെയായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം സംസ്ഥാന സർക്കാർ ചില നയപരമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും തൊഴിലാളി യൂണിയനുകൾ ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഈ സമ്മർദ്ദത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ വഴങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ KSRTCയുടെ കഴിഞ്ഞ ഏതാണ്ട് 20-25 വർഷത്തെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് സ്വന്തം പണം കൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അത് തച്ചങ്കരി വന്നതിന് ശേഷമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത്. അങ്ങനെ വളരെ പോസിറ്റീവായ ഒരു സാഹചര്യത്തിൽ KSRTC എത്തി നിൽക്കുമ്പോൾ തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആ തീരുമാനം എടുത്തിരിക്കുന്നു. തച്ചങ്കരിക്ക് പുതിയ നിയമനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എറണാകുളം കമ്മീഷണറായ ദിനേശനാണ് പുതിയ KSRTC MDയുടെ ചുമതല നൽകിയിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തൊഴിലാളി യൂണിയനുകായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ തച്ചങ്കരി ഒരു രീതിയിൽ KSRTC മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തിന് മാറ്റണമെന്ന സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന് മേൽ വന്നിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സമ്മർദ്ദം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ഇദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാടിലേക്ക് ഈ ജീവനക്കാരുടെ സംഘടന എത്തിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് തച്ചങ്കരിയെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ പറഞ്ഞ ഇപ്പൊ യൂണിയനുകൾക്ക് അദ്ദേഹത്തോട് പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷെ തച്ചങ്കരി എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് എന്റെ എല്ലാ തീരുമാനങ്ങൾക്കും സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നാണ്. സർക്കാർ എപ്പോഴെങ്കിലും പരസ്യമായി മന്ത്രിയോ മറ്റേതെങ്കിലും സർക്കാർ കേന്ദ്രങ്ങളോ അദ്ദേഹത്തെ തള്ളി പറയുന്നത് കണ്ടിട്ടുമില്ല. തച്ചങ്കരിയുടെ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എടുക്കാം? അതിനെ നന്നാക്കാൻ ആത്മാർത്ഥമായി ഇടപെടുകയും അത് ഫലപ്രദമായി കൊണ്ടുപോവുകയും ചെയ്ത MD എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ വസ്തുതാപരമായി? ഈ സുശീൽ ഖന്ന റിപ്പോർട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്താണ് ലഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആര് MD സ്ഥാനത്തേക്ക് വന്നാലും തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ തീരുമാനങ്ങൾ നടപ്പാക്കാതിരിക്കാനുള്ള തലത്തിലേക്ക് അവർക്ക് പോകേണ്ടിയിരുന്നു. ഈ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ KSRTCയുടെ MDമാർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ തച്ചങ്കരിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഈ ഡബിൾ ഡ്യൂട്ടി എന്ന സമ്പ്രദായം തച്ചങ്കരി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ തച്ചങ്കരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇത് തൊഴിലാളി യൂണിയനുകൾ അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തെ മാറ്റണം, ഇദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, തങ്ങൾക്ക് ഇദ്ദേഹം MD ആയി വേണ്ട എന്ന നിലപാടിലേക്ക് തൊഴിലാളി യൂണിയനുകൾ എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിൽ ഭരണപക്ഷത്ത് CPM ഭരിക്കുകയാണെങ്കിൽ LDF ഭരിക്കുകയാണെങ്കിൽ അത് UDFിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും പ്രതിഷേധം ഉണ്ടാകുന്നത്. തിരിച്ച് UDF ഭരിക്കുകയാണെങ്കിൽ LDFിൻ്റെ ഭാഗത്ത് നിന്നാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. പക്ഷേ തച്ചങ്കരിയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയല്ല കാണാൻ കഴിഞ്ഞത്. UDFും LDFും എല്ലാം ഒരുമിച്ച് തച്ചങ്കരിക്കെതിരെ രംഗത്ത് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നിഷാദ് സൂചിപ്പിച്ചത് തന്നെയായിരുന്നു. 25 വർഷത്തിൻ്റെ KSRTCയുടെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് KSRTC കൊണ്ടുപോയത് ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ്. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് അത് സംഭവിച്ചത് എന്ന് വേണം പറയാൻ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനിടയിൽ ഇദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് ഇവർ
വീണ്ടും ശക്തമായി ഉന്നയിച്ചപ്പോഴാണ് സർക്കാരിന് ഈ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എതിർപ്പുയർത്തിയോ തുടങ്ങിയതിന്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് വിവരങ്ങൾ നൽകുന്നത് KSRTC MD ടോമിൻ ജെ തച്ചങ്കരിയെ പദവിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. സർക്കാർ പകരം നിയമനം അദ്ദേഹത്തിന് നൽകിയതായി ഇപ്പോഴറിവില്ല. പകരം കൊച്ചി SP ദിനേശിനാണ് KSRTC MDയുടെ ചുമതല. എല്ലാ യൂണിയനുകളുടെയും സംയുക്തമായ സമ്മർദ്ദം സർക്കാരിന് മേൽ ശക്തമായിരുന്നു. ആ സാഹചര്യത്തിലാണ് KSRTCയെ 1/4 നൂറ്റാണ്ടിലേക്ക് ആദ്യമായി സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പ്രാപ്തമാക്കിയ MDയെ മാറ്റാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്.